ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഇന്ത്യക്കെതിരെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഉറ്റമിത്രമായിട്ടുള്ള സൗദി അടങ്ങുന്ന അറബ് ലോകം ഒന്നടങ്കം തിരിഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിരുന്നവർ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാരിനെ താഴ്ത്തിക്കെട്ടാൻ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് അറബ് ലോകത്തിൽ നിന്നും വ്യക്തമാകുന്നുള്ളത്. ഇപ്പോഴിതാ ശക്തമായ തീരുമാനവുമായി ബഹ്റൈനും രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഹ്റൈൻ പാർലമെന്റിൽ വളരെ കൃത്യമായ രീതിയിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവെക്കുകയുണ്ടായി. ഇന്ത്യയുമായി ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്, ഇന്ത്യയുടെ സംസ്കാരങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, അതിൻ്റെ പേരിൽ തന്നെ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്, ഇന്ത്യ ബഹ്റൈൻ നല്ല ബന്ധമാണ്. പക്ഷേ പൗരത്വ ഭേദഗതി നിയമവുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, മോദി സർക്കാർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ബന്ധം ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള ഒരു താക്കീതാണ് ബഹ്റൈൻ ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ നമുക്കറിയാവുന്ന വലിയ കാര്യമാണ്. നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ബഹ്റൈനുമായി വലിയ രീതിയിലുള്ള ബന്ധം തന്നെ സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് വലിയ ഒരു കരാറ് തന്നെ ഇരുവരും ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളത് ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കി തരികയാണ്. അങ്ങനെയുള്ള ഒരു ബന്ധം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ഇല്ലാതാകുമെന്നുള്ള ശക്തമായ ഒരു സൂചന തന്നെയാണ് ബഹ്റൈൻ മുന്നോട്ട് വെക്കുന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നല്ല ബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ബഹ്റൈൻ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഇന്ത്യയെ ഞങ്ങൾക്കിഷ്ടമാണ്, പക്ഷേ ഈ തീരുമാനത്തെ ഞങ്ങൾ വെറുക്കുന്നു എന്ന് ബഹ്റൈൻ പാർലമെന്റ് ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളൊക്കെ ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്ന സംഘപരിവാർ പൗരത്വ ഭേദഗതി നിയമത്തെ ഇന്ത്യ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകളൊക്കെ ഒറ്റ നിമിഷത്തിൽ പൊളിഞ്ഞു പോകുന്നു എന്ന് വേണം പറയാൻ. അറബ് ലോകം ഒന്നടങ്കം പറയുന്നു, നരേന്ദ്രമോദി നിങ്ങൾക്ക് പറ്റിയത് വലിയ തെറ്റാണ് എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.